നമസ്കാരം, ബൈറ്റ്സ് ആൻഡ് ഡ്രിങ്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബട്ടർ ഗാർലിക് ഷ്രിംപ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പേര് കേട്ടപ്പോൾ ഭയങ്കര സംഭവമാണ് അല്ലേ? പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടാണ്. കുറച്ച് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഒരു 10-16 അല്ലി ഉണ്ടായിരുന്നു. കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചേക്കുന്ന മല്ലിയില, കുറച്ച് നാരങ്ങ നീര്, ഒരു നാരങ്ങയുടെ നീരുണ്ട്, 1 ടേബിൾ സ്പൂണോളം ഇടിച്ച മുളക്, 1 ടേബിൾ സ്പൂണിനടുത്ത് കുരുമുളക് പൊടി, ഒരു 10-15 ഗ്രാം ബട്ടർ, കുറച്ച് ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീൻ. ഇത്രയും മാത്രം മതി നമുക്ക് അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഡിഷ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ മലയാളികൾക്ക് ഈ ഒരു ഫ്ലേവർ അത്ര കണ്ട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ബട്ടർ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ബട്ടറിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ബട്ടർ അധികം കരിഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് ഇതായി വരുമ്പോഴേക്കും നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്ന ഗാർലിക്, വെളുത്തുള്ളി നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. വെളുത്തുള്ളി ആ ബട്ടറിലും കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് കളർ മാറി ഇങ്ങനെ വരും. അധികം അങ്ങ് മൂത്ത് പോകണ്ട, കാരണം നമുക്ക് ഇതിനകത്ത് ഇനിയും ചെമ്മീനും കാര്യങ്ങളും ഇട്ട് വരുമ്പോഴേക്കും അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പം ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോഴേക്കും നമ്മളെടുത്ത് കഴുകി വെച്ചേക്കുന്ന ആ ഒരു ചെമ്മീൻ എടുക്കാം. ഞാനൊരു 200 ഗ്രാം എടുത്തുള്ളൂ. അതിനെടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കാം നമുക്ക് കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ സമയത്ത് ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഗാർലിക്കൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവേ. എല്ലാം ഒന്ന് നികത്തി നമുക്കതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കുരുമുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ അടുത്താണ് കുരുമുളക് പൊടി ഞാൻ ഇട്ടേക്കുന്നത്. അധികം വലിയൊരു എരിവും കാര്യങ്ങളും ഇല്ല, അതുകൊണ്ടാണ് അത് ഫുള്ള് ഇട്ടത് കേട്ടോ. ഇതിന് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കംപ്ലീറ്റ് എല്ലാ ഇതിലും ചെമ്മീനിലും നമ്മൾ ആ കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ദെൻ കുറച്ച് നേരം നമ്മൾ സെറ്റ് ആവാൻ വേണ്ടി വെക്കുന്നുണ്ട്. എല്ലാം ഒന്ന് സെറ്റായി ഒരു സൈഡ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുക്കായി വരുന്നുണ്ട്. ആ കുക്കായി വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. തീ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണേ. ഒരു കാര്യം, കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും അതും എല്ലാം കൂടെ കിടന്ന് നല്ലതുപോലെ എന്താ പറയുക, ആ ഫ്ലേവറൊക്കെ ഈ ഒരു ചെമ്മീനിലേക്ക് പിടിക്കണം കേട്ടോ. വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് അതിലേക്ക് ഇറങ്ങും. then അതൊന്ന് പിടിച്ച് സെറ്റായിട്ട് നമ്മൾ വരുമ്പോഴേക്കും നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന മല്ലിയില നമുക്കിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നാരങ്ങ നീരൊക്കെ പിഴിയേണ്ടത് ആവശ്യമാണ്. നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ആ ഒരു കുരുമുളക് പൊടിയിലൊക്കെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഒന്ന് പിടിക്കട്ടെ. then കുറച്ച് മല്ലിയില നല്ലതുപോലെ ഒന്ന് തൂവി കൊടുക്കാം നമുക്ക്. മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ട് ഞാനതിലേക്ക് ചതച്ച മുളക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന നാരങ്ങ നീരും കൂടി, ഒരു നാരങ്ങയുടെ നീരാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത് കേട്ടോ. നമുക്ക് പുളി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കാം. പക്ഷേ അധികം പുളി കയറി നിന്നാലും ഈ ഒരു ഡിഷിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ലതുപോലെ ആ ഒരു പുളിയും ഉപ്പും എരിവും എല്ലാം നമ്മളുടെ ചെമ്മീനിലേക്ക് ഇങ്ങനെ പിടിച്ച് വരും. ആ ഒരു സമയത്ത് നമുക്കൊരു സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോഴേക്കും അടുത്ത സൈഡ് ഇങ്ങനെ പതുക്കെ ഓരോന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും, ഗാർലിക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഷെയർ ചെയ്ത് തരാം. ഇത് നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ആക്ച്വലി മലയാളികൾക്ക് പൊതുവേ ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെമ്മീൻ മസാല വെക്കലോ അല്ലെങ്കിൽ കറി വെക്കലോ അങ്ങനെയൊക്കെയാണല്ലോ മെയിൻ. പക്ഷേ നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ ഇങ്ങനെ ഒരു ഐറ്റം അവൈലബിൾ ആണ്, ബട്ടർ ഗാർലിക് ഷ്രിംപ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒലിവ് ഓയിൽ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഓയിൽ യൂസ് ചെയ്താലും വിഷയമില്ല. ഞാൻ ഒലിവ് ഓയിൽ എടുത്തേ ഉള്ളൂ. ഇത് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. ഒരു 10 മിനിറ്റ് ഞാൻ അടച്ച് വെച്ചു. അത് കഴിഞ്ഞ് തുറന്നപ്പോഴേക്കും അടിപൊളി സ്മെല്ലാണ്. ആ മല്ലിയിലയുടെയും ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയും എല്ലാം കൂടി ആ ഒരു സ്മെല്ല്. പിന്നെ ആ ചെമ്മീനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് അത് വെന്തിട്ടുമുണ്ട് കേട്ടോ. എക്സ്ട്രാ വെള്ളമൊന്നും വേണ്ട. ഇനി ഇത് വെന്തിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. വെന്തിട്ടുണ്ട്, വേലൊന്നും ഒരു വിഷയമില്ല കേട്ടോ. അധികമായിട്ട് ഓവർ കുക്ക്ഡ് ആയിട്ടുമില്ല. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ഗാർലിക് ഷ്രിംപ് റെഡിയാണേ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമായിട്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം. പിന്നെ ഇതുപോലത്തെ റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, ബൈ, സീ യു.